സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാവൂ. സൂര്യാസ്തമയത്തെ തുടർന്ന് ഇരുട്ട് പരക്കാൻ തുടങ്ങുന്നതിനെയാണ് സായം സന്ധ്യ എന്ന് പറയുന്നത്. ആധുനിക കാലത്തെപ്പോലെ വൈദ്യുതി വിളക്കുകളില്ലായിരുന്ന പഴയ കാലത്ത് നേരിയ വെളിച്ചത്തിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ വിഷാംശങ്ങളും മാലിന്യങ്ങളും വീണ് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യാസ്തമയം മുതൽ പ്രകൃതിയിൽ കണ്ടുവരുന്ന രാസമാറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചിലകളും ആഹാരത്തിൻ്റെ മുഖ്യ ഭാഗമായിരുന്ന കാലത്ത് തന്നെ സൂര്യാസ്തമയത്തിനു ശേഷം ഇവ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഗുണകരമല്ല. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ഭക്ഷണം നമ്മൾ അധികം കഴിക്കരുത്, ലൈറ്റായിട്ടേ കഴിക്കാവൂ എന്നൊക്കെ പറയുന്നത്. കർപ്പൂരം കത്തിച്ച് ഉഴിയുന്നത് കൊണ്ടുള്ള ഗുണമെന്താണ്? കർപ്പൂരം, സാമ്പ്രാണി മുതലായ വസ്തുക്കൾ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ അനുകൂല ഊർജം പ്രസരിക്കുന്നു. മാത്രമല്ല, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന വിഷാണുക്കളെ നശിപ്പിക്കാനും കർപ്പൂരത്തിൻ്റെ പുകയ്ക്ക് കഴിയും. ഇതിലൂടെ ലഭ്യമാകുന്നതും ഈശ്വര ചൈതന്യമാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്ക്. ഇതിൻ്റെ ശാസ്ത്രീയത വളരെ പണ്ടേ തന്നെ മനസ്സിലാക്കിയിരുന്ന ആചാര്യന്മാരാണ് കർപ്പൂരം കത്തിച്ച് ഉഴിയുന്നതിന് പ്രേരിപ്പിച്ചത്. ഗൃഹാന്തരീക്ഷത്തിൽ ഔഷധച്ചെടി നടുന്നതെന്തിന്? വീട്ടുമുറ്റത്ത് ഔഷധച്ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്ന് മുൻ തലമുറ നിർബന്ധിച്ചിരുന്നത് എന്തിൻ്റെയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ശിവപൂജയ്ക്കെടുക്കുന്ന കൂവളവും തുളസിയുമൊക്കെ ഔഷധവീര്യത്തിൽ ഏറെ മുന്നിലാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നേത്രരോഗങ്ങൾക്ക് ഉത്തമ ഔഷധമായതിനാലാണ് നന്ദ്യാർ വട്ടം വീട്ടുമുറ്റത്ത് തന്നെ നട്ടിരുന്നത്. ഗർഭപാത്രത്തിന് ഉറപ്പ് വരുന്നതിന് ഏറെ ഉത്തമമാണെന്ന് വിശേഷിക്കുന്ന ചെമ്പരത്തിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ് താളി സ്ത്രീകൾക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അന്തഃസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഔഷധത്തിൽ പിച്ചകപ്പൂവ് ചേർക്കാറുണ്ടെന്ന് ആയുർവേദം പറയുന്നുണ്ട്. തെറ്റിപ്പൂവ് കുട്ടികളിലുണ്ടാകുന്ന കരപ്പന് പരിഹാരമാകുമ്പോൾ തുളസിയില ദഹന പ്രക്രിയയ്ക്ക് സഹായമാകുന്നു. പ്രമേഹ രോഗശമനത്തിന് കൂവളത്തിൻ്റെ ഇല സഹായിക്കുന്നു. ഇതിനെല്ലാമാണ് ഗൃഹാങ്കണത്തിൽ ഔഷധച്ചെടി നടണമെന്ന് ആചാര്യന്മാർ വിധിച്ചത്. എന്തുകൊണ്ടാണ് വാതിൽപ്പടിയിൽ ഇരിക്കരുതെന്ന് പറയുന്നത്? വാതിൽപ്പടിയിൽ നിന്നും പ്രസരിക്കുന്നത് വിപരീത ഊർജമാണ്. അതിനാൽ വാതിൽപ്പടിയിൽ ഇരുന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും വിപരീത ഊർജമായിരിക്കും. അതാണ് നമ്മൾ പണ്ടുള്ളവർ പറയല്ലേ, അച്ഛനമ്മമാർക്ക് ദോഷമാണെന്ന്.